VC പത്മനാഭന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ബാങ്കുകൾ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചെറിയ ലോണുകൾ കൊടുക്കുക. ചെറിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 17,000 കോടി രൂപയുടെ കമ്പനിയിലേക്ക്. ദിസ് കേരള ബേസ്ഡ് കമ്പനി ഹാസ് മെയ്ഡ് ഹിസ്റ്ററി. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ. ഈ പാട്ട് ഓർമ്മയില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിന് പിന്നിലെ കഥ എന്താണെന്നറിയോ? 40 വർഷത്തിൻ്റെ അടുത്ത് കമ്പനിക്ക് കേരളത്തിലെ വലപ്പാടുള്ള ഒരു ബ്രാഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 1986 എല്ലാം മാറി. VP നന്ദകുമാർ, പത്മനാഭന്റെ മകൻ, ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് അതിനൊരു ഫിനാൻഷ്യൽ ജയന്റ് ആക്കി മാറ്റി. ആസ് ഓഫ് ഡിസംബർ 2024 28 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറി ആയിട്ട് 7000 ബ്രാഞ്ചുകളിലൂടെ 1113 ബില്യൺ രൂപയുടെ അസറ്റാണ് മണപ്പുറം ഫിനാൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതും 40,000 എംപ്ലോയീസിനെ വെച്ച്. 1995 കമ്പനി പബ്ലിക് ആയപ്പോൾ അവർക്ക് ഓൾറെഡി 1 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ബിക്കമിംഗ് ദ ഫസ്റ്റ് ഗോൾഡ് ലോൺ കമ്പനി ടു ഗെറ്റ് ലിസ്റ്റഡ് ഓൺ BSE. അതുമാത്രമല്ല, പെർ ഡേ ബേസിസിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ലോൺ കൊടുക്കുന്ന ആദ്യത്തെ കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ്. അതും ടെക് ഡ്രിവൺ അപ്രോച്ച് വെച്ച്. 2015 24/7 ആക്സസ് ഉള്ള ഓൺലൈൻ ഗോൾഡ് ലോൺ ലോഞ്ച് ചെയ്ത് അവർ വീണ്ടും ചരിത്രം കുറിച്ചു. അതേ 2015 ചെന്നൈ ബേസ്ഡ് ആശീർവാദ് മൈക്രോ ഫിനാൻസിനെ അക്വയർ ചെയ്ത് മൈക്രോ ബാങ്കിംഗ് സെക്ടറിലേക്ക് അവർ എൻട്രി നടത്തി, ഡൈവേഴ്സിഫൈങ് ഇറ്റ്സ് ഓഫറിംഗ്സ്. സോ ഫോളോ ഗ്രോ മലയാളം ഫോർ സച്ച് അമേസിംഗ് സ്റ്റോറീസ്.